ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് നാളായി ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നുള്ളത് അറിയാം. ചില തിരക്കുകളിൽ പെട്ടുപോയി, അങ്ങനെയാണല്ലോ എല്ലാവരും പറയുക. അപ്പോൾ ഞാനും അതന്നെ പറയട്ടെ. അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ തമ്പനെയിലും ക്യാപ്ഷനിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മൾ മൈക്രോ ടെക്നിക്കിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം ലാഗ് അടുപ്പിക്കാതെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചിട്ട്, 4th സെമ്മിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചിട്ട് 2-3 പേരുടെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് ഞാൻ അതിന് എന്താണ് മറുപടി പറയാത്തതെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അതിനുള്ള മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കാം. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ജൂൺ 30th ഉള്ളിൽ പ്രാക്ടിക്കൽ എക്സാം തീർന്നാൽ മതി എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു നിഗമനം. അതായത് ജൂൺ 20th നിങ്ങളുടെ തിയറി എക്സാംസ് എല്ലാം അവസാനിക്കുന്നത്. അതിന് ശേഷം മാത്രമേ പ്രാക്ടിക്കൽ എക്സാംസ് ഡേറ്റ് പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ റീഓപ്പണിംഗ് ആയല്ലോ. അപ്പോൾ റീഓപ്പണിംഗ് ആയി എന്ന ആ ഒരു സാഹചര്യത്തിൽ, അതായത് മഴയുടെയും കാര്യങ്ങളുടെയൊക്കെ അതിനനുസരിച്ച് അതൊക്കെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്, ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മോഡൽ എക്സാം സഹിതം കോളേജിൽ നടത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ ആവണ്ട. ഇനിയും അതായത് മോഡൽ എക്സാമോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല, അതായത് റീഓപ്പണിംഗ് കഴിഞ്ഞിട്ടും തിയറി എക്സാം കഴിയുന്നവരെയും ഒന്നും മോഡൽ എക്സാം നടത്തിയിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നീട് വരുന്ന കമൻസ് അല്ലെങ്കിൽ പിന്നീട് എന്നോട് അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം ലാഗ് അടുപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോവുകയാണ്. ഈ ഒരു വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളത്. 4 ടോപ്പിക്കുകൾ, അത് വെറും 2 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് കേട്ടോ. മൗണ്ടിങ് എന്താണ്, ഹോൾ മൗണ്ടിങ് എന്താണ്, മാക്കറേഷൻ എന്താണ്, സ്മിയർ എന്താണ്. ഓക്കെ, ഇങ്ങനെ 4 ചോദ്യങ്ങൾ 2 മാർക്സിന് ചോദിക്കുന്ന ചോദ്യമാണ്. അതിനനുസരിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മൗണ്ടിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. നിങ്ങളൊക്കെ സെക്ഷനിങ് ചെയ്തവരാണ്, നിങ്ങൾ +2 മുതലേ സെക്ഷനിങ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് കാരണം സെക്ഷനിങ്ങിൻ്റെ ബാക്കി തന്നെയാണല്ലോ ഈ മൗണ്ടിങ് എന്ന് പറയുന്ന സ്റ്റെപ്പും. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്ത മെറ്റീരിയലിനെ നമ്മൾ സ്യൂട്ടബിൾ മീഡിയത്തിൽ നമ്മൾ സാഫ്രൺ സൊല്യൂഷനൊക്കെ ഒഴിച്ച് എന്താ പറയുക, കളറൊക്കെ, അതായത് സ്റ്റെയിനിങ് ഒക്കെ നടത്തിയിട്ട് പിന്നെ നമ്മളതിൽ എന്താ പറയുക, ബബിൾസ് ഒന്നും വരാത്ത രീതിക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു മൗണ്ടിങ് മീഡിയം നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ മൗണ്ടിങ് മീഡിയം കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു മീഡിയം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനെ, മീഡിയം പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കവർ സ്ലിപ്പ് വെച്ച് കവർ ചെയ്ത് നമ്മൾ ഗ്ലാസ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യും അല്ലേ. ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ മൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ലൈറ്റ് മൈക്രോസ്കോപ്പി ദ സ്റ്റെയിൻഡ് മെറ്റീരിയൽ ഈസ് placed in a suitable medium on a glass slide and then covered with a cover slip. This is called mounting. ഓക്കെ, അപ്പോൾ നമ്മൾ പെർമനൻ്റ് ആയിട്ട് മൗണ്ട് ചെയ്ത് വെക്കണം. അതായത് നമുക്ക് ഇപ്പോൾ മാത്രം എടുത്ത് നോക്കിയാൽ പോരെ. ഇപ്പം നമുക്കൊന്ന് മൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു പാർട്ട് ഒബ്സർവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വാട്ടറോ ഗ്ലിസറിനോ പോലെയുള്ള ഏതെങ്കിലും ട്രാൻസ്പെറൻറ്റ് മീഡിയം യൂസ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ പെർമനൻ്റ് ആയിട്ട് മൗണ്ട് ചെയ്ത് വെക്കണം. നമുക്കിത് കുറേ കാലം കഴിഞ്ഞാലും ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ആദ്യം സെക്ഷനിങ് നടത്തേണ്ട കാര്യമില്ല. ഓക്കെ, അതിനെയാണ് പെർമനൻറ്റ് മൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയത്തിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ പറയുന്നുണ്ട്. കാനഡ ബാൾസം, ഓക്കെ, കാനഡ ബാൾസം, അതുപോലെ DPX ഒക്കെയാണ് നമ്മൾ പെർമനൻറ്റ് മൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മൗണ്ടിങ് മീഡിയംസ്. ഓക്കെ, അപ്പോൾ DPX എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഡിസ്ട്രീൻ പോളിസ്റ്റൈറിൻ സിലീൻ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ,
നമ്മൾ ചെയ്ത് വയ്ക്കുന്ന സാധനം, നമ്മൾ സെക്ഷനിങ് ചെയ്ത് മൗണ്ടിങ് ചെയ്ത് വയ്ക്കുന്ന സാധനം പെട്ടെന്ന് ഡ്രൈ ആവാൻ, അതായത് അതിൻ്റെ അകത്തേക്ക് മോയ്സ്ചർ കണ്ടൻ്റൊന്നും അധികം കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കളർലെസ് ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ളൊരു മീഡിയമാണിത് കേട്ടോ. പിന്നെ ഈ കാനഡ ബാൾസം ആണെങ്കിൽ ഒരു നാച്ചുറൽ മൗണ്ടിങ് മീഡിയമാണ്, ഒരു ഐഡിയൽ നാച്ചുറൽ മൗണ്ടിങ് മീഡിയമാണ്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ടും ഇത്രയൊക്കെ തന്നെ ചോദിക്കുള്ളൂ. അത് കാരണമാണ് കേട്ടോ നമ്മളിത്ര ബ്രീഫായിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും വേണം, എന്നാൽ അത്രയാണ് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ ഈ മൗണ്ടിങ് തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഒരു ഗ്രിഡ് എന്ന് പറയുന്നൊരു സാധനമാണ്. അതായത് മൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രിഡുകളാണ്. അതുപോലെ അവിടെ മൗണ്ടിങ് മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ പേരാണ് ഫോം വാർ എന്ന് പറയുന്നത്. ഫോം വാർ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോം വാർ എന്ന് പറയുന്ന സാധനം. സ്പെല്ലിങ് മാറിപ്പോവരുത്, സ്പെല്ലിങ് മാറിപ്പോയാൽ സാധനവും മാറിപ്പോവും കേട്ടോ. നെക്സ്റ്റ് ടേമാണ് ഹോൾ മൗണ്ടിങ് എന്ന് പറയുന്നത്. ഹോൾ മൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓൾ പ്ലാന്റിനെയോ, അതായത് മുഴുവനായിട്ടൊരു പ്ലാന്റിനെയോ അല്ലെങ്കിൽ സ്റ്റെമ്മ്, ലീഫ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, അങ്ങനെ നമ്മൾ ഒരു പ്ലാന്റ് പാർട്ടിനെയോ നമ്മൾ പ്രിസേർവ് ചെയ്ത് വയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഫോം, ഷേപ്പ്, കളർ അതൊന്നും നഷ്ടമാവാതിരിക്കാൻ, അത് ചീത്തയായി പോവാതിരിക്കാൻ. ഓക്കെ, ഡീകേ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്ന രീതിയാണ് വോൾ മൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മ്യൂസിയം സ്പെസിമെൻസൊക്കെ നമ്മൾ വോൾ മൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയമാണ് ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോളോ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് സൊല്യൂഷനിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മൗണ്ടിങ് നടത്തുക. ഓക്കെ, പക്ഷേ മ്യൂസിയം സ്പെസിമെൻസ് ഇങ്ങനെയുള്ള സൊല്യൂഷനിൽ വെച്ചാലും ഗ്രാജ്വലി അതെന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും, അതായത് ചുരുങ്ങി പോവാനോ അല്ലെങ്കിൽ അതിൻ്റെ കളറിൽ എന്തെങ്കിലും വ്യത്യാസം വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ അതൊരു സ്ലോ പ്രോസസ്സായിരിക്കും എന്ന് മാത്രം. ഒരുപാട് കാലം നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാം, എന്നേക്കും എന്ന് പറയുന്നില്ല, ഒരുപാട് കാലം നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, so the term whole mounding refers to the preservation of whole plants, stems, leaves, flowers and fruits to retain their natural color, form and shape, and also to protect them from decay. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡെഫിനേഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്മിയർ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മൾ സെല്ലിനെ കുറിച്ചിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പഠിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രിപ്പറേഷൻ. ഓക്കെ, എസ്പെഷ്യലി അതിലെ ന്യൂക്ലിയസിനെ കുറിച്ചിട്ട് കേട്ടോ. ന്യൂക്ലിയസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട്, സെല്ലിനെ കുറിച്ചിട്ടും എസ്പെഷ്യലി ന്യൂക്ലിയസിനെ പറ്റിയിട്ടും കൂടുതലായിട്ടുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രിപ്പറേഷനെയാണ് നമ്മൾ സ്മിയേഴ്സ് അല്ലെങ്കിൽ സ്മിയർ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട സാധനം ഏതാണ്? നമുക്ക് ഏത് സെല്ലിനെ കുറിച്ചിട്ടാണോ പഠിക്കേണ്ടത് ആ മെറ്റീരിയലിൽ വൃത്തിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു ഗ്ലാസ് സൈഡിൻ്റെ മുകളിൽ വയ്ക്കുക. ഓക്കെ, ഫിക്സേറ്റീവ്സ് ഉപയോഗിച്ചൊരു, ഫിക്സേറ്റീവ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് സെർച്ച് ചെയ്ത് കാണുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് ഫിക്സേറ്റീവ്സ് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യുന്നു, മൗണ്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ മൗണ്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒബ്സേർവ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രിപ്പറേഷൻ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ സാധാ സെക്ഷനിങ് ചെയ്യുന്ന അതേ പ്രിപ്പറേഷൻ തന്നെ. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ കഴിഞ്ഞു. നമുക്ക് സ്മിയേഴ്സ് സോളിഡ് മെറ്റീരിയൽസ് എന്നോ അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഏത് മെറ്റീരിയൽസ് എന്നോ നമുക്ക് എന്ത് ചെയ്യാം? സ്മിയേഴ്സ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോ ഇതിലും മൈക്രോസ്പോറുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മൈക്രോസ്പോറുകളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജസും 1 by 1 നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്മിയർ പ്രിപ്പറേഷൻ നടത്താറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്മിയർ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഡീഹൈഡ്രേഷൻ സംഭവിക്കില്ല അതിന്. ഓക്കെ, അതുപോലെ എംബെഡിങ്ങോ സെക്ഷനിങ്ങോ അങ്ങനെയുള്ള യാതൊരു സ്റ്റെപ്പും ഇതിൽ വരുന്നില്ല. ഓക്കെ, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല. എംബെഡിങ്, സെക്ഷനിങ് പോലെയുള്ള യാതൊരു സ്റ്റെപ്പുകളും നമ്മളിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ അതല്ലേ നേരത്തെ പറഞ്ഞത്, അതല്ലേ പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മൾ നോക്കേണ്ട മെറ്റീരിയലിന് ഗ്ലാസ് സ്ലൈഡ് വയ്ക്കുന്നു, ഫിക്സ് ചെയ്യുന്നു, മൗണ്ട് ചെയ്യുന്നു എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ആ നമ്മൾ കാണേണ്ട മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയലിനൊരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ മെറ്റീരിയൽ എങ്ങനെ നമ്മൾ റെഡിയാക്കും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് മെച്യൂറൊന്നും ആവാത്ത ഒരു യങ് ആൻതർ. ഓക്കെ, യങ് ആൻതർ നമ്മൾ സ്കാൽപ്പൽ എന്ന ഒരു സാധനം, സ്കാൽപ്പൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സാധനമാണ് സ്കാൽപ്പൽ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നു. ഓക്കെ, കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ സെക്ഷനിങ് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു ഗ്ലാസ് സ്ലൈഡിൽ വെക്കുന്നു. ഗ്ലാസ് സ്ലൈഡിൽ വെച്ചിട്ട് ഈ സ്കാൽപ്പൽ ഉപയോഗിച്ചിട്ട് തന്നെ അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, സ്ക്വീസ് ചെയ്യുക. ഓക്കെ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന്നൊരു വെള്ളം, ഒരു ലിക്വിഡ് അതിന്ന് ഊസ് ഔട്ട് ചെയ്യും. ഓക്കെ, അതിനൊരു സ്രവം പുറത്തേക്ക് വരും. ഓക്കെ, ആ സ്രവം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഈ സ്കാൽപ്പൽ ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി അതിലെ ആന്തറിലെ പോർഷനൊക്കെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് ആ ലിക്വിഡിൽ നമ്മൾ ആപ്റ്റായിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുക, സ്റ്റെയിനിങ് നടത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്മിയർ പ്രിപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ അസറ്റോ കാർമിൻ ആയിരിക്കും. അസറ്റോ കാർമിൻ, ACETOCARMINE, അസറ്റോ കാർമിനോ അല്ലെങ്കിൽ ഫ്യൂൾജനോ ആയിരിക്കും. ഫ്യൂൾജൻ, FEULGEN. ഓക്കെ, ഫ്യൂൾജനോ അല്ലെങ്കിൽ അസറ്റോ കാർമിനോ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നു, മൗണ്ടിങ് നടത്തുന്നു, ഒബ്സേർവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ. അത്രയേ ഉള്ളൂ. സ്മിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. സ്മിയർ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. നമ്മളിനി നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് സെക്ഷനിലോട്ട് പോവുകയാണ്, ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് മാക്കറേഷൻ. ഓക്കെ, മാക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതും ഇതേപോലെ തന്നെ സ്മിയർ പോലെ തന്നെയാണ്. ഒരു ഇൻഡിവിജ്വൽ സെല്ലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിൻ്റെയോ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും മാക്കറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫിക്സേറ്റീവ്സ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഇനി കൂടുതൽ അത് വളരുമില്ല എന്നാൽ അത് ഡെഡായിട്ടുമില്ല. ഓക്കെ, അതിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, സെൽസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഏത് മെത്തേഡിലൂടെ ആയിരിക്കണം? ഇൻ്റർസ്റ്റീഷ്യൽ ടിഷ്യൂവിൽ ഹൈഡ്രോളിസിസ് നടത്തിയിട്ടായിരിക്കണം. ഓക്കെ, ഇൻ്റർസ്റ്റീഷ്യൽ ടിഷ്യൂസിൽ നിന്നും ഹൈഡ്രോളിസിസ് നടത്തിക്കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ മെറ്റീരിയലിൽ നിന്ന് സെൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക? മാക്കറേഷൻ എന്ന് പറയുക. ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് സെൽസ് ഫ്രം എ ഫിക്സഡ് പ്ലാന്റ് ഓർ അനിമൽ മെറ്റീരിയൽ ത്രൂ ഹൈഡ്രോളിസിസ് ഓഫ് ഇൻ്റർസ്റ്റീഷ്യൽ ടിഷ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന റിയേജൻസ് ആയിക്കോട്ടെ, ഇതിലുള്ള ടെക്നിക്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഈ പ്ലാന്റ് സെല്ലിൻ്റെ അല്ലെങ്കിൽ അനിമൽ സെല്ലിൻ്റെ മിഡിൽ ലാമെല്ലുണ്ടല്ലോ, മിഡിൽ ലാമെല്ലയുടെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് റിയേജൻറ്റ് ഉപയോഗിക്കണം, ഏത് ടൈപ്പ് ടെക്നിക്ക് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആണെങ്കിൽ, ഓക്കെ, ഹെർബ്സ് പോലെയുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ലാമെല്ലയിൽ എന്തുണ്ടാവും? പെക്റ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവും, അല്ലേ? പെക്റ്റിൻ എന്നുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഹൈഡ്രോളിസിസ് എങ്ങനെ ചെയ്യുക? ജസ്റ്റ് വാട്ടർ ഒന്ന് ബോയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുക. പക്ഷേ വുഡി ആയിട്ടുള്ള, അതായത് മരങ്ങൾ, ട്രീസ് പോലെയുള്ള അതിനകത്തുള്ള ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിലോ, അതിലെ മിഡിൽ ലാമെല്ലയുടെ പ്രത്യേകത എന്താണ്? അത് ലിഗ്നിയസ് ആണ്, അല്ലേ? ലിഗ്നേറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള ഒരു റീജിയനാണ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് അതിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ ഹൈഡ്രോളിസിസ് എന്ത് ചെയ്യേണ്ടി വരും? ആസിഡുകളോ അല്ലെങ്കിൽ ആൽക്കലീസോ എൻസൈംസൊക്കെ ഉപയോഗിച്ചിട്ട് ഹൈഡ്രോളിസിസ് നടത്തേണ്ടി വരും.
ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മാക്രേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ക്ലാസിഫൈ ചെയ്യാം. അതായത് ആസിഡ് ഹൈഡ്രോളിസിസ് വഴി നടത്തുന്ന മാക്രേഷൻ ഉണ്ട്, എൻസൈം ഹൈഡ്രോളിസിസ് വഴി നടത്തുന്ന മാക്രേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻസൈം ഹൈഡ്രോളിസിസ് എന്നുള്ള പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആസിഡ് ഹൈഡ്രോളിസിസ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. ഇനി അഥവാ നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യത്തിന് ചോദിച്ചാലോ. അപ്പോൾ ആസിഡ് ഹൈഡ്രോളിസിസ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ മെറ്റീരിയലിനെ ഫിക്സ് ചെയ്യുക ആദ്യം. ഓക്കെ, ഫിക്സേറ്റീവ്സ് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് നേരം എന്ത് ചെയ്യുക, 10% കോൺസെൻട്രേഷനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ജസ്റ്റ് ഒന്ന് ഇമ്മേഴ്സ് ചെയ്യുക, ഒന്ന് മുക്കി വയ്ക്കാം. ഓക്കെ, അതൊന്ന് മുക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ എന്ത് വരും, ഒരു വെള്ളപ്പുക. ഓക്കെ, ഒരു വെള്ള നിറത്തിലുള്ള ഫ്യൂംസ് അതിൽ പുറത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഫ്യൂംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കാം. ഓക്കെ, നമുക്ക് ഹീറ്റ് ചെയ്യുന്നത് നിർത്താം. എന്നിട്ട് അത് തണുപ്പിക്കാൻ വയ്ക്കാം. റെഡി. അത് തണുത്ത് കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് 2-3 തവണയൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതായത് അതിൽ പിന്നെ ആസിഡിൻ്റെ ഒരു അംശവും അതിലുണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഒരു 2-3 തവണയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ ഒന്നുമില്ല, നമ്മൾ ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്ലാസ് സ്ലൈഡിൽ വയ്ക്കുന്നു, കവർ സ്ലിപ്പ് വെച്ച് പ്രസ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ആസിഡ് ഹൈഡ്രോളിസിസ് വഴി മാക്രേഷൻ നമ്മൾ നടത്തുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ മാക്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 4 2 മാർക്ക് അല്ലെങ്കിൽ ഡെഫിനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയണം. എന്നാൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള എൻകറേജ്മെൻ്റ് ആവുള്ളൂ. ഇനി പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുമ്പോഴല്ലേ എനിക്ക് അത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് മുന്നോട്ട് എനിക്ക് പോകാനുള്ളൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കമൻറ്റ് ചെയ്യുക എല്ലാവരും. വീഡിയോ കണ്ടിട്ടും എല്ലാം മനസ്സിലായി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു ഇൻഫോർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡിഗ്രി, PG ഏത് കോഴ്സും ആയിക്കോട്ടെ, BEd ഏത് കോഴ്സും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് വർക്കോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പ്രസൻറ്റേഷൻ വർക്ക്, സ്ലൈഡുകൾ ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും പരിപാടികളോ അല്ലെങ്കിൽ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കുക, അങ്ങനെയുള്ള, അതായത് വരയ്ക്കുക, എഴുതുക, അങ്ങനെയുള്ള ഏത് പ്രോസസ്സിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, എവിടേക്ക് വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് റേറ്റ്, കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.